നീയല്ലേ പറഞ്ഞു ഇവിടെ ഭയങ്കര നാറ്റൊന്നും. ഇവിടെ ഒരു നാറ്റവും ഇല്ലല്ലോ. പിന്നെ അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി. ആരുണ്ടാക്കിയത്? ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞാൽ ചേട്ടത്തി. ചേട്ടത്തി ഇല്ലാത്തപ്പോഴാണല്ലോ അവൾ അടുക്കള കയറിയത്. ഞാനാ ഉണ്ടാക്കിയ. ഞാൻ. നീയാ? സത്യം? പിന്നെ ഒറ്റയ്ക്കല്ല, അങ്കിളും ഉണ്ടായിരുന്നു. ആണോ? അതുപോലെ തന്നെ അടുക്കളയൊക്കെ വളരെ നീറ്റായിട്ട് കിടക്കുന്നു. മണിക്കുട്ടി ഉള്ളപ്പോ പോലും ഇങ്ങനെ ഇരിക്കൂല. അതാ ശരിയാ. മിടിക്കുക, നല്ല മിടിക്കുക. ഉള്ളിത്തീല് സൂപ്പർ ആയിരിക്കും കേട്ടാ. ഏത് ഉള്ളിത്തീല്? നീയല്ലേ ഉണ്ടാക്കിയത് ഉള്ളിത്തീല്? ആ, ഞാനാണല്ലോ ഉള്ളിത്തീല് ഉണ്ടാക്കിയത്. മറന്നും പോയി. ഉള്ളി അരിഞ്ഞു തന്നത് അങ്കിളാ. ഞാൻ അരിഞ്ഞെടുത്ത്. മോളെന്ത് കരണല്ല, ഉള്ളി അരിഞ്ഞപ്പോ പിന്നെ കണ്ണി വീണായിരിക്കും. ഉള്ളി നീയല്ലേ അരിഞ്ഞത്? ഞാൻ ഇങ്ങനെ വെച്ചാണ് അരിഞ്ഞത്. കണ്ണിൽ തെറിച്ചു. വളരെ ഉള്ളി തെറിച്ച. പക്ഷെ അത് അപ്പോഴല്ലേ അരിഞ്ഞത്. ഇപ്പൊ എങ്ങനെ? അപ്പോഴും അവൾ കറി ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ച എന്റെ വീർപ്പ് പൊട്ടിക്കലച്ചാ. എന്തോന്നിത്? ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശപ്പുണ്ട്. ആ കറികളുടെ മണം തന്നെ എന്ത് സൂപ്പർ ആയിരിക്കും. നല്ല മണമായിരിക്കും. വേറെ എന്തൊക്കെ കറി ഉണ്ടായിരുന്നു അവിടെ? വേറെ ചക്കക്കുരു തോരൻ ഉണ്ടായിരുന്നു. ചക്കക്കുരു തോരൻ അങ്കിളാ ഉണ്ടാക്കി. ചക്കക്കുരു ഞാനാണ് ഇപ്പൊ സംഭവം കൊള്ളാം കേട്ടെന്നാല്. പക്ഷേ കുറച്ചേരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്തൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണോ? ജന്മന ഉള്ളതായിരിക്കും. അലമാരിന്ന് പൈസ വല്ലതും എടുത്തോ? അലമാരിയിൽ പൈസ ഉണ്ടെന്ന് തന്നെ നമ്മളിപ്പോഴാണ് അറിയുന്നത്. അതെ അതെ. എങ്കിൽ നമ്മള് ചക്കക്കുരു തോര ഉണ്ടാക്കൂലല്ലോ. അതെ, എന്തൊരു കള്ള ലക്ഷണം ഉണ്ട്. എന്താ ശരി, കുഴപ്പമില്ല. ഞാൻ പോയി ഒന്ന് കുളിച്ചു വരാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് പുറത്തു പോവാ. അവരെവിടെ? നീ എന്ത്? അല്ല അവരാ? അവള് റിങ്കി. റിങ്കി എവിടെ? റിങ്കി അവിടെ അല്ലേ? റിങ്കി മണിക്കുട്ടി അവിടെ പറഞ്ഞല്ലേ? റിങ്കി എവിടെയാണല്ലോ. പിങ്കി ഇവിടെയാണല്ലോ. റിങ്കി ഇവിടെ, ഞാൻ ഇവിടെ, നീ ഇവിടെ. നിനക്ക് എന്ത് പറ്റിയ കാര്യം? ഞാനിവിടെ അല്ലേ? ഒന്നും അറിഞ്ഞൂടെ ഈ അങ്കിളിന് രണ്ടും ദിവസം എവിടെ പോന്ന്? അയ്യോ മാമ, അച്ഛൻ ഫ്രഷ് ആവുന്നെന്ന്. മാമന്? ആ മാമൻ. നിന്നെ മാമ രാമനുണ്ണിയാണ്. പോയി ഫ്രഷ് ആയിട്ട് വാണ. അണ്ണന്റെ റൂമിലല്ലേ? അതെ അതെ. ഇതൊക്കെ എവിടെയാടി? എന്റെ വിളക്കേറുന്നത് എവിടെ പോയത്? ഞാൻ അവിടെ പോയി നോക്കുന്നില്ല. അവിടെ ഇരിക്കാൻ പോയി. നീ പോയി നോക്കും. എന്റെ തലയിലാവും നിന്റെ മാമേ. എവിടെ പോയി? എനിക്കറിയാ. അച്ഛാ, എന്താ മോളെ? അച്ഛ എന്ത് ചെയ്യുവാ? ഞാനിവിടെ ബാത്റൂമിലാ മോളെ. ആണോ? എന്താ? ഒന്നുമില്ല ഒന്നുമില്ല. അണ്ണാ ഹോസ്പിറ്റലിലൊക്കെ പോയത് നല്ലോണം തേച്ച് കുളിയണ്ണ. എവിടെ അവിടെയൊക്കെ നോക്കി. അവിടെ എന്ത് കഷ്ടം ഇത്. ടെൻഷൻ. എന്തോന്ന് അവിടെ ഇല്ലാന്ന്? ഞാൻ ഇവിടെ അല്ലേ? എന്താ എന്തോന്ന് അവിടെ ഇല്ലാന്ന് പറഞ്ഞ? എന്തോന്ന് അവിടെ ഇല്ലെന്ന്? അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയായിരുന്നു ഞാൻ. ഞാൻ പറഞ്ഞേ പതുക്കെ വന്നാ മതി. കത്ത് ഇവിടെ അച്ഛൻ വരും. അച്ഛൻ വരും ഇപ്പൊ. പ്രിയപ്പെട്ട കുഞ്ഞളയിൽ പിങ്കി മോൾക്ക് മുങ്ങി എഴുതി വെച്ചിട്ട് മുങ്ങി. എല്ലാം നമ്മളെ പടലിൽ. ഒരാപത്ത് വന്നപ്പോ കൂടെ നിൽക്കാത്തവർക്കൊപ്പം ഞാനും എന്റെ ശ്രീകുട്ടിയും ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഞങ്ങൾ പോകുന്നു. ഇനിയൊരു മടങ്ങിവരും ഉണ്ടാകുമോ എന്നറിയില്ല. ഏതെങ്കിലും നാട്ടിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് സ്വന്തം മാക്കു. അല്ല മണിക്കുട്ടി. എഴുത്തൊക്കെ എഴുതി വെച്ചിട്ട് രസമായി. നമ്മളെ പടലില്ല. അതെ അതെ. അപ്പൊ എന്റെ കല്യാണം മോളെ മോളെ എന്ത് വിളിച്ചേ? ആര് വിളിച്ചു? ഞാൻ ബാത്റൂമിൽ നിന്നപ്പം നീയല്ലേ ഒന്ന് അച്ഛ അച്ഛാന്ന് വിളിക്കാൻ പോയത്. പിന്നെ അച്ഛൻ അച്ഛൻ നല്ലത്. ഞാൻ വേറെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ എന്തോന്നടി?
എന്തോന്നു ഇതൊരു പേപ്പർ എടുക്കുന്നേ, ഒരു പേപ്പർ എടുക്കുന്നത് അത് പിരിവാരാണെന്ന് തോന്നല്. താണ്ട് രണ്ടൊരു മുണ്ടെടുത്തിരിക്കുന്നത് ഞാൻ കണ്ടൊന്നുമില്ല. നീ ഒന്ന് ഭൂത കണ്ണാടി വെച്ച് നോക്ക്. എവിടെ എവിടെയാടാ? ദോ അവിടെ അവിടെ അവിടെ. ഞാൻ കണ്ടൊന്നുമില്ല. ഈ അച്ഛൻ എന്തോന്ന് രണ്ടെണ്ണം കൂടെ അണ്ണന് പിരിവാര് വരണോ? വേണ്ടല്ലോ, അണ്ണ പൈസ കൊടുക്കൂ. എന്തെനിക്കൊന്ന് മനസ്സിലായി. നിങ്ങൾ കുറച്ചു നേരമായിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത്. അവിടെ നിന്ന് ആരെയും ഞാൻ കണ്ടില്ല. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.